മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ 1933-2024. മരിച്ചുപോയ ഇന്നലെയെ ചൊല്ലി, ജന്മമെടുക്കാത്ത നാളെയെ ചൊല്ലി എന്തിനു വേദനിക്കുന്നു? ഇന്നിൻ്റെ മാധുര്യം നമുക്ക് അവശേഷിക്കുന്നു, നിറഞ്ഞ പാനപാത്രം നിന്നെ കാത്തിരിക്കുന്നു. അക്കൽദാമയിൽ പൂക്കൾ വിടരുമ്പോൾ MD. അദ്ദേഹത്തിൻ്റെ കുറച്ച് കൃതികൾ നമുക്ക് നോക്കാം. രണ്ടാമൂഴം എന്താണ്? അതിൽ പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത് ഭീമനാണ്. പിന്നീട് മാണിക്യക്കല്ല് ബാലസാഹിത്യമാണ് കേട്ടോ. MDയുടെ ബാലസാഹിത്യമാണ് മാണിക്യക്കല്ല്. അതിൽ സത്യനും ജയചന്ദ്രനുമാണുള്ളത്. സത്യനും ജയചന്ദ്രനും. മഞ്ഞൾ സുധീർ കുമാർ മിശ്രയും വിമലയും. മഞ്ഞൾ സുധീർ കുമാർ മിശ്ര, വിമല. നാലുകെട്ടിൽ അപ്പുണ്ണി സെയ്താലിക്കുട്ടി. നാലുകെട്ടിൽ അപ്പുണ്ണിയുണ്ട്, അതേപോലെ തന്നെ സെയ്താലിക്കുട്ടിയുണ്ട്. അറബിപ്പൊന്ന് എന്ന് പറയുന്നത് MDയും NP മുഹമ്മദിൻ്റെയും കൂട്ടുകെട്ടിൽ പിറന്നതാണ്. മലയാളത്തിലെ ആദ്യ കൂട്ടുരചനയാണ് ഇത്. അറബിപ്പൊന്ന് എന്ന് പറയുന്നത് MT വാസുദേവൻ നായരും NP മുഹമ്മദും കൂടെ. അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണമാണ് ആൾക്കൂട്ടത്തിൽ തനിയെ എന്നത്. ആൾക്കൂട്ടത്തിൽ തനിയെ എന്നുള്ളത് യാത്രാ വിവരണമാണ്. അമേരിക്കൻ യാത്രയെക്കുറിച്ച് എഴുതിയതാണ്. വൻകടലിലെ തുഴവള്ളക്കാർ അദ്ദേഹത്തിൻ്റെ ചൈന അനുഭവങ്ങളൊക്കെയാണ്. അതൊരു യാത്രാനുഭവം. വൻകടലിലെ തുഴവള്ളക്കാർ. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള പുരസ്കാരങ്ങളും കാര്യങ്ങളും നോക്കാം. അദ്ദേഹത്തിന് ആദ്യത്തെ ചെറുകഥ എന്നുള്ള രീതിയിൽ വരുന്നത് വളർത്തുമൃഗങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചെറുകഥ എന്നായി പറയുന്നത് വളർത്തുമൃഗങ്ങളാണ്. ആദ്യ നോവലായിട്ട് പറയുന്നത് നാലുകെട്ടാണ്. നാലുകെട്ട്. ആദ്യ തിരക്കഥ മുറപ്പെണ്ണാണ്. മുറപ്പെണ്ണ് ആദ്യ തിരക്കഥ. ആദ്യ ചലച്ചിത്ര സംവിധാനം നിർമാല്യത്തിൻ്റെയാണ് ചലച്ചിത്ര സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. 1995 ജ്ഞാനപീഠവും 2005 പത്മഭൂഷണും 2011 എഴുത്തച്ഛൻ പുരസ്കാരവും 2022 പ്രഥമ കേരള ജ്യോതി പുരസ്കാരവും MT വാസുദേവൻ നായരെ തേടിയെത്തി. കേരളത്തിൻ്റെ ഭാഷാപ്രതിജ്ഞ MT വാസുദേവൻ നായർ രചിച്ചതാണ്. 7 പതിറ്റാണ്ടിലെ മലയാളിയുടെ അക്ഷര ജീവിതത്തെ കൈപിടിച്ച് നടത്തിയ ചരിത്രം. മലയാളിയുടെ കഥ പറഞ്ഞ നിളയുടെ സ്വന്തം കഥാകാരൻ. മലയാളിയുടെ സ്വകാര്യ അഹങ്കാരം. പ്രണാമം ഒരിക്കൽ കൂടി. അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന എൻ്റെ നിളാനദിയെയാണ് എനിക്കിഷ്ടം.